ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 4. സാംഖ്യയോഗോ പൃഥക് ബാലാം പ്രവദന്തിന പണ്ഡിതാ ഏകമപ്യാസ്തിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സാംഖ്യവും യോഗവും ഭിന്നങ്ങളാണെന്ന് അവിവേകികളാണ് പറയുന്നത്, പണ്ഡിതർ പറയുന്നില്ല. ഒന്നിനെ നല്ലപോലെ ആശ്രയിച്ചയാൾ രണ്ടിൻ്റെയും ഫലത്തെ നേടുന്നു. ഇവിടെ സാംഖ്യവും യോഗവും, സാംഖ്യം എന്ന് പറയുമ്പോൾ സമ്യക്യായതേ ഇതി സാംഖ്യം. യോഗം എന്ന് പറയുമ്പോൾ കർമ്മത്തെ യജ്ഞഭാവനയിൽ ചെയ്യുന്നവരാണ് യോഗം, യോഗബുദ്ധി ഉറച്ചവർ. ഇത് രണ്ടും മാർഗങ്ങളാണ്. ആ രണ്ട് മാർഗങ്ങളുടെയും ലക്ഷ്യം ഏകമാണെന്ന് ആരറിയുന്നു? പണ്ഡിതന്മാർക്കറിയാം. എന്നാൽ ബാലന്മാർ പറയുന്നത് ഇത് രണ്ടും വേറെയാണെന്നാണ്. കർമ്മയോഗി ഒരിക്കലും കർമ്മസന്യാസിയല്ല, കർമ്മസന്യാസി ഒരിക്കലും കർമ്മയോഗിയും അല്ല. ഇതാണ് ബാലന്മാർ എന്ന് പറയുമ്പോൾ വിവേകം ഉറച്ചിട്ടില്ലാത്തവർ പറയുന്നത്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ഡ ആത്മവിഷയാജ്ഞാനം പണ്ഡിതന്മാർ, അങ്ങനെയാണ്. ആത്മാവിൽ ഉറച്ചവർ രണ്ടിൻ്റെയും ഫലം ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം. പ്രവൃത്തിമാർഗവും നിവൃത്തിമാർഗവും രണ്ടും രണ്ട് തന്നെയാണെന്ന് പല സന്ദർഭങ്ങളിൽ ഗീത തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തിമാർഗത്തിന് അധികാരിയായ ആൾ ഒരിക്കലും നിവൃത്തിമാർഗ അനുസാരിയല്ല. പ്രവൃത്തിമാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, പലപ്പോഴും പല പണികളെടുത്ത് പല കർമ്മങ്ങളും ചെയ്യുന്ന ആൾ ആ കർമ്മത്തിൽ കുടുങ്ങിയിട്ട് പറയാറുണ്ട്, എന്താ അപ്പം ഇതിന്നൊരു നിവൃത്തി എന്ന്, ഒരു നെടുവീർപ്പിടുന്നത് പോലെ. അപ്പം അങ്ങനെ എന്താണ് നിവൃത്തി എന്ന് ചോദിക്കുന്ന ഒരാൾ ഒരിക്കലും നിവൃത്തനല്ല, പ്രവൃത്തനാണെന്ന് ഉറപ്പ്. അപ്പം പ്രവൃത്തൻ ഒരിക്കലും നിവൃത്തനല്ല. എന്നാൽ നിവൃത്തിയിലെത്തിയ ഒരാളെ സംബന്ധിച്ച് അയാൾ എന്താണ് നിവൃത്തി എന്ന് അയാളെ ഉള്ളിൽ നിന്ന് വരില്ല. ഇപ്പം നിവൃത്തി അന്വേഷിക്കുന്ന കാലത്തോളം, ഇതിന്നൊക്കെ ഒരു മോചനം അന്വേഷിക്കുന്ന ഒരാൾ ഇപ്പോൾ മോചിച്ച ആളല്ല, മോചിക്കപ്പെട്ട ആളല്ല, അയാൾ കർമ്മത്തിൻ്റെ ബന്ധനത്തിലാണ് കിടക്കുന്നത്. അപ്പം രണ്ടും തീർത്തും വിരുദ്ധങ്ങളാണെന്നർത്ഥം. കർമ്മയോഗവും കർമ്മസന്യാസവും തീർത്തും വിഭിന്നങ്ങളാണെന്ന് പല സന്ദർഭങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന അങ്ങനെയല്ല. ഇവിടെ തീർത്തും വിരുദ്ധമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. എങ്ങനെയാണ് ഭഗവാൻ വിരുദ്ധമായത് പറയുക? അത് വിരുദ്ധമായിട്ട് പറയല്ല. ഇവിടെ ആരോടാണ് പറയുന്നത് നോക്കണം. ഇവിടെ അർജുനൻ എന്നുള്ള വ്യക്തി പ്രവൃത്തിയിൽ കർമ്മത്തിൻ്റെ മധ്യയാണ് കിടക്കുന്നത്. കർമ്മത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾ അയാളുടെ ആദ്യം പോയിട്ട് ഈ കർമ്മമൊക്കെ ഉപേക്ഷിച്ചോളൂ, സന്യാസത്തെ ഉപദേശിക്കാൻ പാടില്ല. സന്യാസോപദേശം അല്ല അവിടെ വേണ്ടത്. നീ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയിക്കോളൂ എന്നല്ല പറയേണ്ടത്. മറിച്ച് എന്ത് വേണം? കർമ്മത്തിൽ കഴിയുന്ന ഒരാളെ അത് കർമ്മയോഗമായി അനുഷ്ഠിക്കാൻ പറയണം. യോഗം എന്ന് പറയുമ്പോൾ അനുഷ്ഠാനം, ഈശ്വരാർപ്പണ ബുദ്ധിയ ആ കർമ്മത്തെ ഭഗവാനിൽ സമർപ്പിക്കുക, ഭോക്തൃത്വാഭിമാനത്തെ ഉപേക്ഷിക്കുക. ഇതിൻ്റെ ഫലം എനിക്ക് വേണ്ട, ഫലം ഭഗവാൻ ഇരിക്കട്ടെ. അർജുനൻ ഇവിടെ അകപ്പെട്ടിരിക്കുന്നത് യുദ്ധകളത്തിലാണ്. അപ്പോൾ ഇപ്പം താൻ വന്നിരിക്കുന്ന കർത്തവ്യ കർമ്മങ്ങളെ കർത്താവ് അയാളിലുണ്ട്, കർത്തൃത്വഭാവത്തിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ തന്നെ ആ കർമ്മം നന്നായിട്ട് അനുഷ്ഠിക്കുക. എന്നിട്ട് അതിൻ്റെ ഫലം എന്തോ ആവട്ടെ, ജയമാവട്ടെ പരാജയമാവട്ടെ, രണ്ടായാലും അത് ഭഗവാന് സമർപ്പിക്കുക. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ ഫലം ഭഗവാന് സമർപ്പിച്ചാൽ പിന്നെ നമ്മുടെ പരിധിയിലല്ലല്ലോ. അങ്ങനെ കർമ്മയോഗമായിട്ട് അനുഷ്ഠിക്കൂ എന്നാണ് ഉപദേശം.
കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കൂ, യജ്ഞമായി അനുഷ്ഠിക്കൂ. അങ്ങനെ യജ്ഞമായി അനുഷ്ഠിക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഫലകാമന ഇല്ലാത്തത് കൊണ്ട് അവിടെ സ്വാഭാവികമായ ഫലം ചിത്തശുദ്ധിയാണ്. അത് നേടും. ചിത്തശുദ്ധി അർത്ഥം കർമ്മസന്യാസത്തിലേക്ക് അധികാരിയാവും. അപ്പൊ കർമ്മസന്യാസത്താൽ പറയപ്പെട്ട ആത്യന്തിക ദുഃഖനിവൃത്തിയാകുന്ന ഫലം ഈ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് ലഭിക്കും ഹേ അർജുന, നമ്മളോട് പറയുക. അതുകൊണ്ട് ബുദ്ധി ഉറച്ച് വിവേകബുദ്ധിയുള്ളവര്, പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ടിൻ്റെയും ഫലം ഒന്നായതുകൊണ്ട് രണ്ടും വേറെയല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. രണ്ടും രണ്ട് മാർഗങ്ങളാണെങ്കിലും കർമ്മമാർഗവും പ്രവൃത്തിമാർഗവും സന്യാസമാർഗവും നിവൃത്തിമാർഗവും രണ്ടും രണ്ട് തന്നെയാണെങ്കിലും കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കുന്നതിലൂടെ ചിത്തശുദ്ധി അനന്തരം ഈ കർമ്മസന്യാസത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് കൊണ്ട് രണ്ടിൻ്റെയും ഫലം ഒന്നാകുന്നു. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പൊ കർത്തൃത്വാഭിമാനം, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം തീർത്തും ഇല്ലാത്ത ആളാണ് ആര്? കർമ്മസന്യാസി, സാങ്ക്യൻ, പരമാർത്ഥ ബുദ്ധി ഉറച്ച ആള്. അതിന് നല്ല ബുദ്ധിവികാസം വേണം. അതിന് പുസ്തകജ്ഞാനം പോരാ. അങ്ങനെ ബുദ്ധിവികാസം വരണമെങ്കിൽ അനേക ജന്മങ്ങളിലൂടെ സഞ്ചയിച്ച സംസ്കാരം ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോഴേ ഈ കർത്തൃത്വാഭിമാനം പോയി താൻ ആത്മാവാണെന്നുള്ള ബോധം ഉദിക്കുള്ളൂ. ആത്മാവാണെന്ന ബോധം ഉദിച്ചാൽ പിന്നെ പരിമിതമായ ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. കാണുന്ന ആൾക്ക് ഇഷ്ടം പോലെ അയാൾ കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അവിടെ കർത്തൃത്വാഭിമാനം തീർത്തും പോയി. കാരണം ആത്മാവ് മാത്രമേ ഉള്ളൂ, ആത്മഭിന്നമായിട്ട് ഇവിടെ ഒന്നുമില്ല. സർവത്തിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണെന്ന് അറിഞ്ഞിരിക്കുകയാണ് അയാൾ. അയാളെ സംബന്ധിച്ച് എന്ത് കർത്താവ്? അതുകൊണ്ട് കർത്തൃത്വാഭിമാനം വെടിഞ്ഞ, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വെടിഞ്ഞ ആളെയാണ് ഇവിടെ സാങ്ക്യൻ എന്ന് പറയുക. ഭോക്തൃത്വാഭിമാനം വെടിഞ്ഞ ആളെയാണ് ഇവിടെ കർമ്മയോഗി എന്ന് പറയുക. ഭോക്തൃത്വാഭിമാനം എന്ന് പറയുമ്പോൾ കർത്തൃത്വഭാവമുണ്ട്, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമുണ്ട്, ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള ഭാവം ഇല്ലാതായിട്ടുണ്ട്. അതാണ് കർമ്മയോഗി. അതുകൊണ്ട് ഈ രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരമാർത്ഥ ജ്ഞാനത്തിൽ എത്തിയ ഒരാളെ സംബന്ധിച്ച് കർത്തൃത്വാഭിമാനവും ഇല്ല, ഭോക്തൃത്വാഭിമാനവും ഇല്ല. പക്ഷെ ആദ്യം ഒഴിവേണ്ടത് എന്താണ്? ഭോക്തൃത്വാഭിമാനം ഇല്ലാതാക്കിയിട്ട് ഞാൻ എന്നുള്ള ഭാവം ഈ ശരീരസംഘാതത്തിൽ ഉള്ള കാലത്തോളം ആ കർത്തൃത്വാഭിമാനം വെടിയാൻ പറ്റില്ല. ഭോക്തൃത്വാഭിമാനം വെടിഞ്ഞിട്ട് കർമ്മയോഗമായി അനുഷ്ഠിച്ചിട്ട് ക്രമികമായി കർത്തൃത്വാഭിമാനം, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവവും ഇല്ലാതായി കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന പരമമായ ലക്ഷ്യമാണ്, പരമമായ ശാന്തിയാണ് മോക്ഷം. അപ്പം അതിന് രണ്ട് മാർഗങ്ങളെ പറഞ്ഞാലും മാർഗങ്ങൾ ഭിന്നമാണെങ്കിലും ലക്ഷ്യം ഏകമാണെന്നുള്ളത് കൊണ്ട് നീ ഇപ്പോൾ ഈ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കൂ എന്നുപദേശം. രണ്ട് യോഗങ്ങളുടെയും, സന്യാസയോഗത്തിൻ്റെയും അതായത് കർമ്മയോഗത്തിൻ്റെയും ഫലത്തിൽ ഏകത്വമുണ്ട്. അതുകൊണ്ട് ഫലൈകത്വം കൊണ്ട് രണ്ടും ഒന്നു തന്നെയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ മാർഗത്തെ നോക്കിയിട്ടല്ല അവിടെ ഒന്നാണെന്ന് പറഞ്ഞത്. ഏതിലുറച്ച് വധിച്ചാലും, അതായത് ഒരു പടിയിൽ ചവിട്ടി നിൽക്കുക കോണിയുടെ, ആ പടിയിൽ ശരിക്കും ചവിട്ടിയിട്ടില്ല, ഒരു വിരലിൻ്റെ തുമ്പേ പിടിച്ചുള്ളൂ. അടുത്ത പടിക്ക് കാല് വെച്ചാൽ എന്തുണ്ടാവും? ഉരുണ്ട് താഴെ വീഴും. അപ്പം അതിൽ ശരിക്കും ചവിട്ടി നിൽക്കുക അർജുന. നമ്മളോട് പറയുക, അത് ശരിക്കും നീ ചെയ്യും, നീ നല്ലോണം കർമ്മം ചെയ്യും, ഞാൻ തന്നെ ചെയ്യുന്നുള്ള ഭാവത്തിൽ തന്നെ ചെയ്തോ. പക്ഷെ ഫലത്തെ എന്ത് വേണം? എന്തോ ആയിക്കോട്ടെ, നല്ലതോ ചീത്തയോ, സുഖം തരുന്നതോ ദുഃഖം തരുന്നതോ എന്തോ ആവട്ടെ, നിന്ദയോ സ്തുതി എന്താവട്ടെ, അതൊക്കെ ഭഗവാനാണ് സമർപ്പിച്ചിരിക്കുക. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, ഇനി എല്ലാം ഭഗവാന് സമർപ്പിച്ചിരിക്കും.
അങ്ങനെ കർമ്മയോഗമായി ചെയ്യുക അർജുന, നമ്മളോട് പറയുക. അല്ല സന്യാസത്തിനുള്ള ഉപദേശമല്ല. സന്യാസം പറയുന്നത് എന്താ? സ്വാഭാവികമായിട്ട് ചിത്തശുദ്ധി അർത്ഥം സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവവും ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായും സന്യാസത്തിലെത്തും. സന്യാസിമാർ എല്ലാ കാലത്തും ലക്ഷത്തിലൊന്നൊക്കെ ഉണ്ടാവുള്ളൂ. അതിനല്ല ഇവിടെ ഉപദേശം. ഇവിടെ കർമ്മത്തെ കർമ്മയോഗമാക്കാനാണ്. ഇത് ഉറച്ച് മനസ്സിലാക്കിയിട്ട് നീ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ആ കർമ്മത്തിൻ്റെ മധ്യേ അത് കർമ്മം യോഗമായി അനുഷ്ഠിക്കൂ എന്നാണ് ഉപദേശം. അല്ലാതെ കുട്ടികളെ മാതിരി ഇത് രണ്ടും വേറെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ലത് സന്യാസമാണല്ലോ, ഭൈക്ഷ്യമബീഹ ലോകേ, ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്നൊന്നും നീ പറയണ്ട. സന്യാസം ബാഹ്യമല്ല, തീർത്തും ആന്തരികമാണ്. ആന്തരികമായ ആ നിലയെ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ബുദ്ധിവികാസം സംഭവിക്കണം. ആ ബുദ്ധിവികാസം സംഭവിക്കണമെങ്കിൽ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല, കർമ്മം യോഗമായി അനുഷ്ഠിക്കണം എന്ന് ആണ് ഇവിടെ ഉപദേശം.